കൊടുങ്ങല്ലൂരിൽ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BMSന്റെ നേതൃത്വത്തിൽ റീത്ത് വെക്കലും പ്രതിഷേധവും നടത്തി. PWD NH ഓഫീസുകൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം BMS ജില്ലാ വൈസ് പ്രസിഡന്റ് KG ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് EK ഉമേഷ്, മേഖലാ സെക്രട്ടറി KB ജയശങ്കർ, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് TK ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. EK രാംജി, KR വിനയൻ, KK സത്യൻ, ഉണ്ണിക്കുട്ടൻ, MS സുജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. जय जय भारत माता, जय जय भारत माता, जय जय भारत माता, जय जय भारत माता, जय जय കൊടുങ്ങല്ലൂരിനെ നശിപ്പിക്കാൻ നാണം കെട്ടൊരു നഗരസഭ, നാണം കെട്ടൊരു നഗർക്ക് മാറാരോഗം. തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിലെ 10ാമത് സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. പ്രശസ്ത നർത്തകിയും കൊറിയോഗ്രാഫറുമായ പല്ലവി കൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. I am not a Malayali. I have come from West Bengal, all the way from West Bengal, the Rabindranath Tagore's land, to the land of poet Vallathol, land of Kalamandalam, God's own country. So I had landed up in Kerala long back, 20 years back. And my love and passion for arts, especially Mohiniyattam, brought me from Shantiniketan to Kerala Kalamandalam. I studied in Kerala Kalamandalam, and I was the first non-Malayali Indian to land up in Kerala Kalamandalam to study Mohiniyattam. പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ MA ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KA അബ്ദുൾ ലത്തീഫ്, ട്രഷറർ EA ഹാരിസ്, മാനേജർ IT മുഹമ്മദ് അലി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലത സേവ്യർ, പ്രിൻസിപ്പൽ ലത രാജഗോപാൽ, വൈസ് പ്രിൻസിപ്പൽ സുജാത മോഹൻ ബാബു, പ്രധാനാധ്യാപികമാരായ KB പ്രീത, സുനിത നന്ദൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചന്ദ്രാപിന്നി സെന്ററിൽ LDF പ്രകടനവും പൊതുയോഗവും നടത്തി. മത്സരിക്കുന്ന 13 അംഗ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും LDF നിലപാട് വിശദീകരിക്കുന്നതിനും ചേർന്ന പൊതുയോഗം VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരായി അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ കേസ് കൊടുത്തിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ബാങ്കിന് എങ്ങനെയാണ് ചന്ദ്രാപിന്നി ബാങ്കുമായി താരതമ്യപ്പെടുത്താൻ നിങ്ങൾക്കാവുക? അല്ലെ, ഇവരുടെയൊക്കെ തന്നെ ഈ ബാങ്കുകളിൽ സർക്കാരിന്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് സഹകരണ വിപണന മേളകൾ നടക്കാറുണ്ട്. സബ്സിഡികളും ആനുകൂല്യങ്ങളും സർക്കാർ ഖജനാവിൽ നിന്നും വെട്ടി തിന്നുന്നതിനാണ് ഇവരൊക്കെ തന്നെ ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നത്. MK ഫൽഗുണൻ സ്വാഗതം പറഞ്ഞു. KK ഗിരിജൻ അധ്യക്ഷത വഹിച്ചു. MK രാമചന്ദ്രൻ, TA അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. പടിയൂർ ഗ്രാമപഞ്ചായത്തും ഭാരതീയ ചികിത്സാ വകുപ്പും സഹകരിച്ച് പഞ്ചായത്ത് നിവാസികൾക്ക് ആയുർവേദ മരുന്ന് കിറ്റ് വിതരണവും ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ലോഹിതാക്ഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത പീതാംബരൻ, അംഗങ്ങളായ ശശികല ശോഭൻദാസ്, സുനന്ദ ശേഖരൻ, EO ജോർജ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ രജിത ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഓൾ ഇന്ത്യ തലത്തിൽ CBSE നടത്തിവരുന്ന ഉപന്യാസ രചനാ ശൃംഖലയിൽ ഇംഗ്ലീഷ് ഉപന്യാസ രചനയിൽ 2ാം ദിവസമായ ഓഗസ്റ്റ് 6-ാം തീയതി നടന്ന മത്സരത്തിൽ വിശാൽ സതീഷ് 5000 രൂപയുടെ ക്യാഷ് അവാർഡിന് അർഹനായി. ചന്ദ്രാപിന്നി SN വിദ്യാഭവനിലെ +1 വിദ്യാർത്ഥിയാണ് വിശാൽ സതീഷ്. കുട്ടികളിലെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി CBSE ഓഗസ്റ്റ് 11 വരെയാണ് ഓൺലൈൻ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കുപ്രസിദ്ധ മോഷ്ടാവ് ഗുരുനന്ദകുമാറിനെ ഇരിങ്ങാലക്കുട CI R മധുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മൈസൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനത്ത് അറക്കാൻ കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടി 2 പേരെ കുത്തി പരിക്കേൽപ്പിച്ചു. ഡ്യൂട്ടി
ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചതിന്റെ പേരിൽ ദേവസ്വം മാറ്റി നിർത്തിയ 4 ജീവനക്കാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ശ്രീരാമക്ഷേത്ര രക്ഷാസമിതിയുടെ നേതൃത്വത്തിൽ ഭക്തജന കൂട്ടായ്മ നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.